ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 66-ാമത്തെ ശ്ലോകം 65-ാമത്തെ ശ്ലോകം നോക്കാം. ന ജ്ഞാതം തദ്രഹസ്യം തു കേനാപി വിധിയോ ഗതഃ ഗോകർണം ച സ തം ദൃഷ്ട്വാ ഗോകർണം നാമ ജാഗരോത്. ന ജ്ഞാതം തദ്രഹസ്യം. ന ജ്ഞാതം അറിഞ്ഞില്ല. തദ്രഹസ്യം ഈ പശു പ്രസവിച്ചപ്പോൾ ഇങ്ങനെ ദിവ്യനായ ഒരു ഉണ്ണിയുണ്ടായത് അതിൻ്റെ രഹസ്യമൊന്നും ആ ബ്രാഹ്മണൻ അറിഞ്ഞതേയില്ല. ഇവിടെ ആ സന്യാസി കൊടുത്ത ഫലം ഭക്ഷിച്ചിട്ടാണ് പശു ഇങ്ങനെ ഒരു ദിവ്യനായ ഉണ്ണിയെ പ്രസവിച്ചത് എന്നൊരു സത്യം അറിയാതെ ഇരുന്ന ബ്രാഹ്മണൻ എന്താ കരുതിയത്? കേനാപി വിധിയോഗതഃ, ഇത് ഈശ്വരൻ്റെ നിശ്ചയമാണ്, വിധിയോഗമാണ്, വിധിയുടെ സങ്കല്പമാണ്. അതുകൊണ്ടാണ് തനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടായത്. അതിനെ തടയുവാൻ ആർക്കാണ് കഴിയുക? ഗോകർണം ച സതം ദൃഷ്ട്വാ ഗോകർണം നാമ ജാഗരോത്. തൻ്റെ ആദ്യത്തെ ഉണ്ണിക്ക് താൻ എപ്രകാരമാണോ ജാതസംസ്കാര കർമ്മങ്ങൾ ചെയ്തത്, ഈ ഉണ്ണിക്കും താൻ തന്നെ ജാതസംസ്കാര കർമ്മങ്ങൾ ചെയ്തു. ഈ ഉണ്ണിയുടെ കാതുകൾ പശുവിൻ്റെ കാതുകൾ പോലെയായിരുന്നു. ആ ഒരൊറ്റ വ്യത്യാസമേ മനുഷ്യരിൽ നിന്നും ആ ഉണ്ണിക്കുണ്ടായുള്ളൂ. അതുകൊണ്ട് പശുവിൻ്റെ കാതുകൾ പോലെയുള്ള കാതുകളോട് കൂടിയവനായതുകൊണ്ട് ഗോകർണം ച സ തം ദൃഷ്ട്വാ, അതായത് പശുവിൻ്റെ കാതുകൾ പോലെയുള്ള കാതുകളെ കണ്ടിട്ട്, തം ദൃഷ്ട്വാ അങ്ങനെയുള്ള ആ കാതുകളാണ് ഈ ഉണ്ണിക്കെന്ന് കണ്ടിട്ട് ഗോകർണം നാമ ജാഗരോത്. ഗോകർണം നാമ, ഗോകർണൻ എന്ന പേരും വെച്ചു. ച അകരോത്, അങ്ങനെ നാമകരണവും ചെയ്തു. അപ്പോൾ ഇത്ര മാത്രമേ തനിക്കറിയൂ. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ്, ആ വിധിയുടെ നിശ്ചയമാണ്. അതുകൊണ്ടാണ് തനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ണി വീണ്ടും പശു പ്രസവിച്ചിട്ട് കിട്ടിയിരിക്കുന്നത്, അതും ദിവ്യനായ ഒരു ഉണ്ണി. അതുകൊണ്ട് ഈ ഉണ്ണിയെ നോക്കിയപ്പോഴാണെങ്കിലോ ദിവ്യനാണ്. ഒരു കൗതുകം തോന്നിയത്, ആ ഉണ്ണിയുടെ കാതുകൾ പശുവിൻ്റെ കാതുകൾ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ആ ഉണ്ണിയുടെ നാമകരണം ചെയ്തപ്പോൾ പേര് വെച്ചത് ഗോകർണൻ എന്നായിരുന്നു. അങ്ങനെ ആ കർമ്മവും ആ ആത്മദേവൻ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം അറിയാതെ ആ ആത്മദേവൻ ചെയ്തു. അതിൻ്റെ ആ ഉണ്ണിയുടെയും പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ആത്മദേവൻ ഈ ജാതകർമ്മങ്ങളൊക്കെ ചെയ്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ന ജ്ഞാതം തദ്രഹസ്യം തു കേനാപി വിധിയോ ഗതഃ ഗോകർണം ച സ തം ദൃഷ്ട്വാ ഗോകർണം നാമ ജാഗരോത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിധിയോഗത, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കി എളുപ്പമുള്ള വാക്കുകളാണ്. ഇനിയും 66-ാമത്തെ ശ്ലോകമാണ്. കിയത് കാലേന തൗ ജാതൗ തരുണൗ തനയാവുഭൗ ഗോകർണഃ പണ്ഡിതോ ജ്ഞാനി ധുന്ധുകാരി മഹാഖലഃ. ഇനിയുമാണ് ശരിക്കും വിധിയുടെ കളി തുടങ്ങുവാൻ പോകുന്നത്. നമ്മളൊക്കെ എത്ര നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ അതിബുദ്ധി കൊണ്ട്, നമ്മുടെ കൂർമ്മബുദ്ധി കൊണ്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് എന്തൊക്കെ നേടിയാലും, ഏതൊക്കെ വിധത്തിൽ കാര്യങ്ങളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഈശ്വര നിശ്ചയം എന്നൊന്നുണ്ട്. നമ്മുടെ കർമ്മത്തിൻ്റെയൊക്കെ ഫലം നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. ഇവിടെ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ തുടങ്ങുകയാണ് ധുന്ധുലിയുടെ പതനത്തിൻ്റെ കഥ. അതുപോലെ തന്നെ ആ ആത്മദേവൻ എന്ന ബ്രാഹ്മണനാണെങ്കിലും തനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നു, എന്നിട്ടും ഒരു ഉണ്ണിയെ നേടുവാൻ പോയി. അതിന് പിന്നെയും ഒരല്പം കൂടി ഒരു സദ്ഭാവമുണ്ട്. പക്ഷേ തൻ്റെ ദുഷ്ടബുദ്ധിയുടെ ഫലമായി താൻ ചെയ്ത ആ അധർമ്മത്തിൻ്റെ ഫലം ധുന്ധുലിക്ക് നേരെയും ഇനിയും വരുവാൻ പോവുകയാണ്. കിയത് കാലേന തൗ ജാതൗ, ആ ഒരു ഈശ്വര നിശ്ചയം പോലെ കാലം പോകെ ജനിച്ച ഈ ഒരു, അതായത് ഈശ്വര നിശ്ചയം പോലെ ഇപ്പോൾ ഈ ഗോകർണനായി ജനിച്ച ആ ദിവ്യ ഉണ്ണിയും, അതേപോലെ തന്നെ ധുന്ധുലിയുടെ പുത്രനായി ഇപ്പോൾ ഇവിടെ വളരുന്ന ധുന്ധുകാരിയും, തൗ ജാതൗ തരുണൗ തനയാവുഭൗ,
തൗ ജാതൗ, ഇവിടെ ഔ വന്നിരിക്കുന്ന രണ്ട് എന്ന് കാണിക്കാൻ, ദ്വിലിംഗത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ടുണ്ണികളും തരുണവും അവരുടെ ആ ഒരു യൗവനത്തിലേക്ക് കടന്നു. രണ്ടു പുത്രന്മാരും യുവാക്കളായി വളർന്നു. തനയാവുഭൗ, തനയൗ ഉഭൗ, ഉഭൗ എന്നാൽ രണ്ടുപേർ, അവർ രണ്ടുപേരും തനയൻ പുത്രൻ, ആ രണ്ടു പുത്രന്മാരും അവർ രണ്ടുപേരും വളർന്നിപ്പോൾ യുവാക്കളായിരിക്കുന്നു. എന്നാൽ ഒരേപോലെ വളർന്ന ആ യൗവനാവസ്ഥയിൽ പ്രാപിച്ച അവർ തമ്മിൽ ഏറെ അന്തരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ഗോകർണ പണ്ഡിതോ ജ്ഞാനി. ഗോകർണൻ എങ്ങനെയായിരുന്നു? പണ്ഡിതനായിരുന്നു, ജ്ഞാനിയായിരുന്നു, അറിവുള്ളവനായിരുന്നു. ഇവിടെ ആത്മദേവൻ്റെ പുത്രനായി വളർന്നു. അതിലേറെ സന്യാസിയുടെ ആ ഫലം നിമിത്തമായിക്കൊണ്ട് ജനിച്ച ആ ഉണ്ണി, ആ ബ്രാഹ്മണനിലെ സദ്ഭാവം, ആ പാണ്ഡിത്യം, ജ്ഞാനം ഒക്കെ ഈ ഒരു ഗോകർണനിൽ നന്നായി ശോഭിച്ചു. എന്നാൽ ധുന്ധുലിയുടെ സഹോദരിയുടെയും അധർമ്മിയായിട്ടുള്ള അവരുടെ പതിയുടെയും പുത്രനായി ജനിച്ച ധുന്ധുകാരി മഹാഖലഹ, മഹാദുഷ്ടനായിട്ട് മഹാപാപിയായിട്ട് വളരുകയും ചെയ്തു, മാറുകയും ചെയ്തു. കാരണം ജനനം ധുന്ധുലിയുടെ സഹോദരിക്കും അതേപോലെ അധർമ്മത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്ന അവരുടെ പതിക്കുമുണ്ടായ ആ പുത്രൻ മഹാഖലനായിട്ട് മഹാദുഷ്ടനായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനായിട്ട്, അല്പം പോലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില കൽപ്പിക്കാത്തവനായിട്ട്, എല്ലാ ദുർസ്വഭാവങ്ങളുടെയും ഇരിപ്പിടമായിട്ട് ആ ധുന്ധുകാരി വളർന്ന് യുവാവായി മാറി. അതേസമയം ഗോകർണൻ ചെറുതിലെ മുതൽ തന്നെ പിതാവിനെ പോലെ വേദങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെയുള്ള അറിവ് നേടുന്നതിലും അങ്ങനെ അതിൽ പണ്ഡിതനാകുന്നതിലും ശ്രമിച്ച് സൽസ്വഭാവിയായി വളർന്നു. ഇപ്പോൾ രണ്ടുപേരും യൗവനാവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിയത് കാലേന തൗ ജാതൗ തരുണൗ തനയാവുഭൗ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ധുന്ധുകാരി മഹാഖലഃ. ഇവിടെ കാലം കാത്തുവച്ചിരുന്ന നീതി പോലെ ഒരു കാലത്ത് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഉള്ളിൽ ബ്രഹ്മസ്വരൂപിയായിട്ടും പുറമേ കാലസ്വരൂപനായിട്ടും ഇരിക്കുന്നവനാണ് ഭഗവാനെന്ന്. അങ്ങനെയെങ്കിൽ ആ ഭഗവാനെ കാലത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ചെയ്ത അധർമ്മങ്ങളുടെയൊക്കെ കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ കാലങ്ങൾക്കിപ്പുറം ആ ധുന്ധുകാരിയും ഗോകർണനും അവരവരുടെ ജന്മം ഏത് വഴിയിലൂടെയായിരുന്നുവോ അതേ വഴിക്കനുസൃതമായ സ്വഭാവങ്ങളോടുകൂടി വ്യക്തിത്വത്തോടുകൂടി മാറിയിരിക്കുന്നു. എന്തിനാ എന്ന് ചോദിച്ചാൽ അധർമ്മികൾക്ക് അധർമ്മത്തിൻ്റേതായ പാതയിലൂടെ തന്നെ അധർമ്മത്തിൻ്റേതായ രീതിയിലൂടെ തന്നെ അതിനുള്ള ഫലം കൊടുക്കുന്നതിന് കാലം കാത്തുവെച്ചതാണ് അങ്ങനെ ഒരു ഉണ്ണിയെ, ധുന്ധുകാരി എന്നൊരു ഉണ്ണിയെ. അതേപോലെ ആ ബ്രാഹ്മണന് തൻ്റെ സദ്ഭാവത്തിന് അതേ സാത്വിക ഭാവത്തിൽ തനിക്കതിൻ്റെ ഫലം കിട്ടുന്നതിന് വേണ്ടി കാലം കാത്തുവെച്ചതായിരുന്നു ഗോകർണനെ. ബ്രാഹ്മണൻ എത്രമാത്രം
സച്ചിന്തയുള്ളവനായിരുന്നു. അതേപോലെ തന്നെ ആ സദ്ഭാവം, ആ പാണ്ഡിത്യമൊക്കെ ഗോകർണനിലും നിറഞ്ഞു നിന്നിരുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിയത് കാലേന തൗ ജാതൗ തരുണൗ തനയാവുഭൗ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ധുന്ധുകാരി മഹാഖലഃ. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഔ നമുക്ക് എല്ലായിടത്തും കാണാം. തൗ ജാതൗ തരുണൗ തനയാവുഭൗ, ഇതൊക്കെ അവരെ രണ്ടുപേരെ കാണിക്കാനാണ്. അടുത്തത് ഗോകർണ, അവിടെ ഒരു വിസർഗമുണ്ട്. മഹാഖല, അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഏതൊരു വിത്തു പാകിയാലും അതിന് അതിൻ്റേതായ കാലമുണ്ട്. ആ കാലം എത്തുമ്പോൾ നമ്മൾ പാകുന്ന വിത്ത് അതിനനുസൃതമായ ഫലം നമുക്ക് തിരികെ തരുന്നത് പോലെ ഒരു തേങ്ങ കുഴിച്ചിട്ടാൽ അതിൽ നിന്നും വരുന്ന തെങ്ങിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അതേ തേങ്ങയായിരിക്കും. ഒരു മാങ്ങയാണ് കുഴിച്ചിടുന്നതെങ്കിൽ മാമ്പഴം കിട്ടും. ഇതേപോലെ ധർമ്മമാണ് അടുത്ത ഒരു തലമുറയുടെ സൃഷ്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് ആധാരമെങ്കിൽ നമ്മളിലേക്ക് വരുന്ന കർമ്മഫലവും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കും. നമ്മുടെ കർമ്മം അധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണെങ്കിൽ കർമ്മഫലവും അധാർമികമായിട്ടുള്ളത് തന്നെയായിരിക്കും നമ്മളിലേക്ക് വരിക. ഇവിടെ ഈ രണ്ട് ജന്മങ്ങൾ, ഗോകർണനും ധുന്ധുകാരിയുടെയും ജന്മവും അവർ യൗവനയുക്തരായപ്പോൾ അവരുടെ വ്യക്തിത്വങ്ങളിൽ വന്ന വ്യതിയാനവും ഭേദവും ഈ ഒരു തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും 67-ാമത്തെ ശ്ലോകം. സ്നാനശൗചക്രിയാഹീനോ ദുർഭക്ഷീ ക്രോധസംയുത ദുഷ്പരിഗ്രഹകർത്താച ശവഹസ്തേന ഭോജനം. ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഗോകർണനെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ വ്യാസഭഗവാന് 2 വാക്കുകളെ വേണ്ടി വന്നുള്ളൂ ഗോകർണൻ ആരാണ് എന്ന് പറയാൻ. പണ്ഡിതോ ജ്ഞാനി, ആ 2 വാക്കുകളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു, പരിപൂർണമായിരിക്കുന്നു ആ ഗോകർണൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ആ 2 വാക്കുകൾ തന്നെ പര്യാപ്തമായിരുന്നുവെങ്കിൽ ധുന്ധുകാരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്കുകൊണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണമാണ് ഈ ശ്ലോകത്തിൽ. കഴിഞ്ഞ ശ്ലോകത്തിൽ മഹാഖല എന്ന് പറഞ്ഞു നിർത്തിയെങ്കിൽ അതിനെയും ബാക്കി പറയുകയാണ് ധുന്ധുകാരിയുടെ കാര്യം. സ്നാനശൗചക്രിയാഹീനോ, സ്നാനം, ശൗചം, അത് കുളിക്കുക, മറ്റു തരത്തിലുള്ള ശൗചങ്ങൾ, മറ്റു വൃത്തികൾ. ക്രിയാഹീനോ, ബ്രാഹ്മണ വിധിപ്രകാരം രാവിലെ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിത്യവും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊന്നും തന്നെയും ധുന്ധുകാരി ചെയ്തിരുന്നില്ല. പിന്നെയോ ദുർഭക്ഷി, ദുഷിച്ച ഭക്ഷണങ്ങളൊക്കെ ഭക്ഷിക്കുന്നതിലായിരുന്നു ധുന്ധുകാരിക്ക് താല്പര്യം. ഇവിടെ ദുഷിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ബ്രാഹ്മണർ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ സാത്വിക ഭാവം കൂടുതലുള്ളവയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ സാത്വിക ഭാവം കൂടുതലുള്ള, സാത്വികത കൂടുതലുള്ള ഭക്ഷണത്തെക്കാളും ധുന്ധുകാരിക്കിഷ്ടം തമോ ഗുണപ്രധാനമായ ഭക്ഷണങ്ങളോടായിരുന്നു, അല്ലെങ്കിൽ രജോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങളോടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെയോ ക്രോധ സംയുത, ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ഉപദേശിക്കുവാൻ ചെന്നാൽ ധുന്ധുകാരിക്ക് പെട്ടെന്നാണ് കോപം വരിക. അത് അനുസരിക്കുകയുമില്ല, ആ പറയുന്നവരോട് വല്ലാതെ കോപിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെയോ ദുഷ്പരിഗ്രഹകർത്താച, ദുഷിച്ച പരിഗ്രഹങ്ങളെ സ്വീകരിക്കുന്നവനായിരുന്നു, ചെയ്യുന്നവനായിരുന്നു. മോശം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിലായിരുന്നു
ധുന്ധുകാരിക്ക് താല്പര്യം എന്തൊക്കെ അരുതെന്ന് തങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യുന്നതിലായിരുന്നു താല്പര്യം. പിന്നെയോ ശവഹസ്തേന ഭോജനം. ശവഹസ്തേന എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നത്. പൊതുവേ ഇടത്ത് കൈകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം മാംസതുല്യമാണ് എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. സ്മൃതിയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇടത്ത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ തോന്നാം ചിലരൊക്കെ ഇടം കയ്യരായിരിക്കും, ചിലർ വലം കയ്യരായിരിക്കും, അല്ലെ? ലെഫ്റ്റ് ഹാൻഡേഴ്സും ഉണ്ട്, റൈറ്റ് ഹാൻഡേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ലെഫ്റ്റ് ഹാൻഡഡ് ആയിരുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. കഴിച്ചിരുന്ന ഭക്ഷണം മാംസവും മുതലായ ഭക്ഷണങ്ങളോടായിരുന്നു പ്രിയം എന്നർത്ഥം. കാരണം അതായത് ആ ബ്രാഹ്മണ വിധിപ്രകാരം വിധിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ല, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ല, ദുർഭക്ഷണങ്ങളോടായിരുന്നു താല്പര്യം. അരുതാത്ത കർമ്മങ്ങൾ, മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഹിംസ ചെയ്യുക, ഇതിലൊക്കെയായിരുന്നു താല്പര്യം. അതേപോലെ തന്നെ സ്നാന ശൗചാദികൾ ചെയ്യുമായിരുന്നില്ല തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ദുർസ്വഭാവങ്ങൾക്ക് ഇരിപ്പിടമായിരുന്നു ആ ധുന്ധുകാരി. അതേസമയം നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടു, ഗോകർണനാവട്ടെ എന്തൊക്കെ സത്കർമ്മങ്ങളാണോ തങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചെയ്യുന്നതിൽ ആയിരുന്നു താല്പര്യം എന്ന് തന്നെയല്ല, സദാ സദ്ഗ്രന്ഥങ്ങളുടെ ആ ഒരു അറിവിനെ മനനം, ആ അറിവിലൂടെ ആ ഒരു ബ്രഹ്മ സത്യത്തെ ധ്യാനം ചെയ്യുന്നതിലും താൻ തനിക്ക് പകർന്നു കിട്ടിയ അറിവുകൾ പണ്ഡിതനായിട്ടുള്ള ഗോകർണൻ ഈ ലോക നന്മയ്ക്കായിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലുമൊക്കെ തൻ്റെ സമയം ചിലവഴിച്ചപ്പോൾ ഇവിടെ ധുന്ധുകാരി ചെയ്തത് ലോകത്തിന്, തനിക്കും തൻ്റെ ചുറ്റിനുമുള്ളവർക്കും ഈ ലോകത്തിനും തന്നെയും ദോഷം വരാവുന്ന വിധത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ധുന്ധുകാരി ചെയ്തുകൊണ്ടുമിരുന്നു. അപ്പോൾ തങ്ങൾ ഏതു വിധത്തിൽ ജനിച്ചു വളർന്നു വന്നുവോ ആ ഒരു സംസ്കാരം പൂർണ്ണമായും യൗവനയുക്തരായ ആ 2 പുത്രന്മാരിൽ ബ്രഹ്മദേവന് കാണായി. പക്ഷേ ഗോകർണൻ്റെ ജന്മരഹസ്യം അപ്പോഴും ബ്രഹ്മദേവൻ അറിയുമായിരുന്നില്ല, ആത്മദേവൻ അറിയുമായിരുന്നില്ല. ആത്മദേവന് നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ ധുന്ധുകാരിയുടെ രീതികളിൽ. പക്ഷേ എന്തു ചെയ്യാൻ, തനിക്ക് ആദ്യമുണ്ടായ ഉണ്ണിയായിട്ടാണ് ആ ആത്മദേവൻ ധുന്ധുകാരിയെ കണക്കാക്കിയിരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്നാനശൗചക്രിയാഹീനോ ദുർഭക്ഷീ ക്രോധവർദ്ധിത ദുഷ്പരിഗ്രഹകർത്താ ച ശവഹസ്തേന ഭോജനം. ഇവിടെ സ്നാനശൗചക്രിയാഹീനോ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ക്രോധവർദ്ധിത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ ഒന്ന് അവിടെയും നോക്കൂ, ക്രോധവർദ്ധിത, ഇത് തമോ ഗുണപ്രധാനികളുടെ ഒരു ലക്ഷണമാണിത്. ആര് സതുപദേശം ചെയ്യാൻ ചെന്നാലും നല്ലത് പറഞ്ഞു കൊടുത്താലും അവരോട് കോപിക്കുന്ന ഒരു പ്രകൃതം അതിതേപോലെയുള്ള തമോ ഗുണികളിൽ മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അതിന് കാരണം അവരുടെ ജന്മം തന്നെയാണ്. ഏതൊരു അച്ഛനമ്മമാർക്കുണ്ടാകുന്നുവോ അവരുടെ ആ ഒരു സംസ്കാരമാണ് പിന്നീടുള്ള ആ ജീവിതയാത്രയിലുടനീളം ആ ജീവി അല്ലെന്നുണ്ടെങ്കിൽ ആ സൃഷ്ടി അങ്ങനെ ആ വ്യക്തി കൊണ്ടുപോകുന്നത്. ഇവിടെ ആ ധുന്ധുലിയുടെ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും ആ ഒരു സംസ്കാരം നമ്മൾ കണ്ടിരുന്നു. അധർമ്മത്തിലൂന്നി മാത്രം ജീവിച്ചിരുന്ന ആ ഒരു സംസ്കാരം, സ്വാർത്ഥതയുടെ പണം മാത്രമാണ് തങ്ങൾക്ക് വേണ്ടത്, ആ വിത്തത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ അധർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ആ ഒരു സംസ്കാരം ഈ ഒരു ധുന്ധുകാരിയുടെ സ്വഭാവത്തിലും ജീവിതത്തിലുടനീളവും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ദുഷ്പരിഗ്രഹകർത്താച്ച ശവഹസ്തേന ഭോജനം, ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓരോ വ്യക്തിയുടെയും ജനനം ആ വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ എങ്ങനെ പങ്കുവഹിക്കുന്നുവെന്ന് രണ്ട് സന്തതികളിലൂടെ, ആത്മദേവൻ്റെ രണ്ട് സന്തതികളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ആത്മദേവൻ എത്രമാത്രം ലോക നന്മയ്ക്കായി തൽപരനായി ജീവിച്ചുവോ ആ ഒരു സംസ്കാരം കുറേയൊക്കെ ആ ഗോകർണനിൽ കണ്ടപ്പോൾ നോക്കൂ, അധാർമികതയിൽ മാത്രമൂന്നി തൻ്റെ മാത്രം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച, വിത്തം മാത്രമാണ് തനിക്ക് പ്രധാനമെന്ന് കരുതി ജീവിച്ച ആ ധുന്ധുലി സഹോദരിയും ഭർത്താവും അവരിലൂടെ സൃഷ്ടി കൊണ്ട ആ ധുന്ധുകാരി വളർന്നു വന്നപ്പോഴും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമായി ആരെ ദ്രോഹിച്ചും തൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആ ധുന്ധുകാരി വളർന്നു വന്നുവെങ്കിൽ കാലം കാത്തുവച്ച ഒരു കാവ്യനീതി തന്നെയാണത്. അധർമ്മത്തിലൂടെ, അധാർമികമായ പാതയിലൂടെ തൻ്റെ നേട്ടത്തിനു വേണ്ടി ധുന്ധുലിയും കൂടി ചേർന്നുകൊണ്ട് ആ ധുന്ധുലി എന്ന മാതാവിന് പോലും സ്വാർത്ഥ ചിന്തകൾ, തൻ്റേത് തനിക്ക് എന്ന് മാത്രമുള്ള സ്വാർത്ഥ ചിന്തയിൽ ഊന്നിയ കർമ്മങ്ങളിലൂടെയാണ് അവർ ഈ ധുന്ധുകാരി എന്ന പുത്രനിലേക്ക് എത്തുന്നത്. അത് ധുന്ധുകാരി ജീവിതത്തിലുടനീളം കാണിക്കുന്നുണ്ട്. ഇനി പോകെ പോകെ നമുക്ക് ആ ധുന്ധുകാരിയുടെ കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും, ജന്മം മുതൽ ഇങ്ങോട്ട് അച്ഛനമ്മമാരുടെ സംസ്കാരം എപ്രകാരമാണ് ഒരു ഉണ്ണിയിൽ അവൻ്റെ ജീവിത പ്രയാണത്തിലുടനീളം അവൻ കാണിക്കുന്നത് എന്ന്. ഇനി നമുക്ക് 68-ാമത്തെ ശ്ലോകം നോക്കാം. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.